പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ കാണാത്ത ഒരു രാജേട്ടനെ നോബഡിയിൽ കാണാൻ പറ്റുന്നു. പക്ഷെ രാജേട്ടൻ മാത്രം സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള ക്രൂസ് എല്ലാം ഇതുവരെ കാണാത്ത രാജേട്ടനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷ ഇതുവരെ കാണാത്ത ഒരു ഫ്രഷ് ലുക്ക് ഉണ്ട്. ഇവൻ ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിൽ പോലും ഇതുവരെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊന്നും കാണാത്ത രാജേട്ടൻ്റെ ഒരു ലുക്കാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതൊരു ഫ്രഷ് ലുക്ക്, ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഒരു കൺസെപ്റ്റ് നമുക്ക് തരാണോ ചെയ്യുന്നത്? ഇതിൽ രാജീവിന്റെ ലുക്കിന്റെ ഏറ്റവും വലിയ ബ്രീഫ് എന്ന് പറഞ്ഞാൽ രാജീവിന്റെ ഒരു ലുക്കും നിങ്ങൾ ഓർമ്മയിൽ നിൽക്കരുത് എന്നുള്ളതാണ്. ബിക്കോസ് ഈസ് എ നോബഡി. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയിൽ എന്റെ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം, എന്റെ ഏതെങ്കിലും ഒരു ലുക്ക് ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ആ ഇമേജിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു ഫെയിലിയറാണ്. നിസാം ഈ കഥാപാത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്, സമീർ ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഇയാളുടെ ഒന്നും തന്നെ ആരുടെയും ഓർമ്മയിൽ നിൽക്കാത്ത രീതിയിൽ വേണം ഇയാൾ. കാരണം ഞാനിന്ന് രാവിലെ മറ്റൊരു പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ രാജീവിനും മീരയും ആർ ക്വിന്റെസെൻഷ്യലി നോബഡീസ്. ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ 10 കൊല്ലമായിട്ട് നിങ്ങളുടെ അയൽക്കാരായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ഒരുപക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്കിടയിൽ തന്നെ ഒരുപാട് രാജീവന്മാരും മീരകളും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത്രയും ഒരു ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ് സമൂഹത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഐഡന്റിറ്റിയോ ഒന്നും ഇല്ലാത്ത ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലുക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ യൂഷ്വലി ഒരു ലുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ക്യാരക്ടർ അതിന്റെ ലുക്ക് പെട്ടെന്ന് അതിന്റെ ലുക്ക് ഒരു കണക്ട് ഉണ്ടാകണം, ലുക്കിന് പെട്ടെന്ന് റിക്കോൾ വാല്യൂ ഉണ്ടാകണം. അതിന് ഒരു തരത്തിലുള്ള റിക്കോൾ വാല്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ലുക്കിന് വേണ്ടിയാണ് ഈ സിനിമയിൽ ട്രൈ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ഖലീഫയുടെ ഓരോരോ ലുക്കുകൾ ഇങ്ങനെ ആളുകൾ സ്പോട്ട് ചെയ്ത് ഫോട്ടോ എടുക്കും. ഈ 20കളിൽ ഒരു 40കാരുടെയും ഒരു മിഡ് 30s ഒക്കെ മെച്യൂരിറ്റി സ്ക്രീനിൽ തോന്നുന്ന പൃഥ്വിരാജിന് ഇപ്പൊ 40s എത്തുമ്പോൾ 20s ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള കമന്റ്സ് എപ്പോഴും വരുന്നുണ്ട്. സോ അത് ശരിക്കും എങ്ങനെയാണ് അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന എങ്ങനെ ശരിക്കും? ഞാൻ ഓരോ സിനിമയുടെയും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്ക് ആയിരിക്കുമല്ലോ എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് വേളകൾക്കപ്പുറം. അപ്പൊ ഇപ്പോ ആമിർ അലിയുടെ ലുക്കാണ്. അപ്പൊ അതിപ്പോ ഈ ആമിർ അലി ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ബ്രീഫ് ആ തിരക്കഥയിലും ആ സംവിധായകന്റെ ബ്രീഫിലും ഉള്ളതുകൊണ്ട് ഞാൻ നടന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് സ്ലോ മോഷനിൽ പിന്നെ പാട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നോബഡി സമയത്ത് ഞാൻ എന്റെ ക്യാരവന്ന് ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നടന്നു പോകുന്ന വീഡിയോ കണ്ടാൽ ഇയാൾക്ക് എന്താ വയ്യ എനിക്ക് ആൾക്കാർ ചോദിക്കുക. കാരണം ആ ലുക്ക് അങ്ങനെ ആയിപ്പോയി. നിസാം അതിനെ കൺസീവ് ചെയ്തത് രാജീവൻ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ ടയേർഡായ ഒരു മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോബഡി സമയത്ത് ഞാൻ സ്ലോ മോഷൻ നടക്കുന്ന വീഡിയോ നിങ്ങൾ കാണാത്തത്. അപ്പൊ അത് അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്താണോ എന്റെ ലുക്ക് ആ സമയത്ത് ഷൂട്ടിംഗ് അല്ലാത്ത വേളകളിലും അങ്ങനെയായിരിക്കും. സോ ഐ വിൽ ലുക്ക് ലൈക്ക് മൈ ക്യാരക്ടേഴ്സ്. അല്ലാതെ ഇപ്പോ 40, 20, 40, 60, 30 കണക്കെനിക്കറിയില്ല. പക്ഷെ ആക്ച്വലി നിങ്ങളെ കാണാൻ ഭയങ്കര നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ചെറുപ്പമാണ് എന്നുള്ളത് ഒരു കോംപ്ലിമെന്റ് ഒക്കെ ആണെങ്കിലും ഐ എം നോട്ട് ട്രൈങ് ടു ലുക്ക് യങ്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് ഗുഡ് ഫോർ എ 43-year-old. ഇതിന് അങ്ങനത്തെ ബ്രീഫ് ഒന്നുമല്ല. രാജീവന് അങ്ങനത്തെ ശരീരം എല്ലാ കഥാപാത്രങ്ങൾക്കും അത്തരത്തിലൊരു ബ്രീഫൊന്നും ഇല്ല. എല്ലാ സിനിമകൾക്കും എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ ശരീരം ഇങ്ങനെ ആക്കൂ, ശരീരം ഇങ്ങനെ ആക്കണ്ട, അങ്ങനെ ബ്രീഫൊന്നും ഇല്ല. ഒരു ഫിസിക്കാലിറ്റിക്ക് ഒരു ബ്രീഫൊക്കെ കിട്ടുന്നത് ചില കഥാപാത്രങ്ങൾക്ക് മാത്രമാണ്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ബി ആസ് അൺറിമാർക്കബിൾ ആസ് പോസിബിൾ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ എടുത്തു പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് രാജീവ്. ഇൻ ടേംസ് ഓഫ് അയാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അയാളെ നിങ്ങൾ ഒരു പക്ഷേ ഇൻ റിയൽ വേൾഡ് രാജീവിനെ കണ്ടാൽ യു ഷുഡന്റ് ബി ഈവൻ ഗിവിംഗ് എ സെക്കൻഡ് ലുക്ക്. അത്തരത്തിലുള്ള ഒരു കക്ഷിയാണ്. അല്ലാതെ ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി തടി കുറയ്ക്കുക അല്ല അങ്ങനത്തെ ബ്രീഫ് ഒന്നും നിസാമോ സമീറോ എനിക്ക് തന്നിട്ടില്ല. രാജുവേട്ടാ, ഹലോ. രാജുവേട്ടാ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്റർവ്യൂവിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വർഷം ശേഷം നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ലൈഫിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പം താങ്കൾ അതെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞ സംഭവം ഇലുമിനാറ്റി അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് താങ്കൾ ലൈഫിൽ കാത്തു സൂക്ഷിച്ച് കുറേ ഡിസിപ്ലിൻസും കാര്യങ്ങളും കൂടെ തന്നെയാണത്. അപ്പം താങ്കൾ എന്താണ് ആ ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്?
അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ എനിക്കത് അതിന്റെ ഉത്തരം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ഇനി 10 വർഷം മുമ്പത്തേക്ക് ആ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് മടുക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഉത്തരം പറഞ്ഞ് എനിക്ക് മടുത്തു തുടങ്ങി. ഇലുമിനാറ്റി 10 വർഷം മുമ്പ് അബദ്ധത്തിനൊരു ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ളതാണ്. ഈ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ കൃത്യമായിട്ടൊരു ഉത്തരവില്ല അതിന്. ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയാൻ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയെ. എനിക്ക് സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഇന്നും ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നത് ഫിലിം ഉണ്ടാക്കാൻ, ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രോസസ്സിൽ ഇൻവോൾവ് ആയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സന്തോഷം ഉള്ളിടത്തോളം കാലം എനിക്ക് അത് സംതിങ് ഐ വോണ്ട് കീപ് ഗോയിങ് ബാക്ക് ടു, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ആഗ്രഹങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. യു കൻ ഡ്രീം ആസ് ബിഗ് ആസ് യു വാണ്ട്. ഇപ്പൊ ഞാൻ ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടാണ്. ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നതാണ്. ആൻഡ് ഐ വിൽ ട്രൈ ഓൾസോ. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. എല്ലാ സ്വപ്നങ്ങളും നടന്നോളണമെന്നില്ല. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും നടക്കാത്തത് ഇസ് ഓക്കെ. പക്ഷെ അതിനുവേണ്ടി ട്രൈ ചെയ്യാത്തത് ഐ എം നോട്ട് ഓക്കെ. അത്രേ ഉള്ളൂ. എന്താ പറയുക, എന്റെ ക്യാരക്ടറിന്റെ ഫിസിക്കിന്റെ പോലെ എന്നൊരു ബീങ് സംബഡിയാണ്. ബീങ് നോബഡി എന്ന് പറയുന്നതിന് എത്രത്തോളം ടഫുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ ഒരു മിഡിൽ ക്ലാസ് ആവറേജ് ലെവലില് അവൻ ഫേസ് ചെയ്യുന്നത്. ഇപ്പം ഡാർവിന്റെ പരിണാമത്തിനകത്ത് ഒരു മിഡിൽ ക്ലാസ് ആവറേജ് മാന്റെ സ്ട്രഗിൾസും പിന്നീട് അവൻ പ്രതികരിക്കുമ്പോൾ ഉള്ള ഇതിലും ഉണ്ട്. ഇപ്പം റോബിൻഹുഡ് നോക്കുകയാണെങ്കിൽ ഒരു അതിലെ ഒരു നായകൻ എങ്ങനെ ഇതിലേക്ക് വരുന്നു എന്നുള്ളതുണ്ട്. സപ്തമി ശ്രീ ടർക്കടേഷ് ആ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. ഒരു സാധാരണക്കാര് തന്നെ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നൊരു ഇതാണ്. ഇത് ഈ നോബഡിയിൽ എങ്ങനെയാണ് രാജീവ്? ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്നെ ഏതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ദ ഡിസ്റ്റൻസ് ടു എ സംബഡി ആൻഡ് ദ ഡിസ്റ്റൻസ് ടു എ നോബഡി ഇസ് യൂഷ്വലി ദ സെയിം. കാരണം രാജീവിനിൽ നിന്നും ഇപ്പോൾ അടുത്ത ഞാൻ ഷൂട്ട് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ആമിർ അലിയിൽ നിന്നും ഒരേ ദൂരമാണ് എനിക്കുള്ളത്. ഞാൻ രാജീവനുമല്ല, ഞാൻ ആമിർ അലിയുമല്ല. അപ്പൊ ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരേ ദൂരത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവരിലേക്ക് എത്താനുള്ള പ്രോസസ്സ് രണ്ടും ഡിഫറെന്റ് ആണ്. അത് രണ്ടും ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ് ആസ് എൻ ആക്ടർ ഇതിൽ എന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ രാജീവൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു തിരക്കഥാകൃത്ത് ആ ക്യാരക്ടറിനെ എഴുതി, ഒരു സംവിധായകൻ ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തു. അവരെനിക്ക് പറഞ്ഞുതരും ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ അവര് പറയുന്നതിൽ നിന്നും അവരെഴുതിയ തിരക്കഥ വായിച്ചതിൽ നിന്നും ഞാൻ ഇമാജിൻ ചെയ്യുന്ന ഒരു രാജീവനുണ്ട്. ആ രാജീവനെയാണ് ഞാൻ പെർഫോം ചെയ്യുക. അപ്പൊ ചില സമയങ്ങളിൽ നിസാം പറയുന്നത് ഇതല്ല, ഇങ്ങനല്ല, എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഞാൻ നിസാമിനോട് പറയുന്ന സമയത്ത് എനിക്ക് ഇത് വർക്കാകുന്നില്ല, അപ്പം ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഇത് ചിന്തിച്ചത്, ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചോദിക്കും. ആ ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സിന്റെ എൻഡിൽ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് രാജീവനും. ഇതുപോലൊരു കൊളാബറേറ്റീവ് പ്രോസസ്സിന്റെ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് നജീബും അല്ലെങ്കിൽ ഖലീഫയിലെ ആമിർ അലിയും വാരണാസിയിലെ മുംബൈയും ഒക്കെ തന്നെ അങ്ങനെ വരുന്നതാണ്. അപ്പോ ഇറ്റ്സ് എ സെയിം ഫോർ മീ. നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ക്യാരക്ടർ അപ്രീസിയേഷൻ കിട്ടാൻ ചെറിയൊരു പ്രോസസ്സ്. പ്രേക്ഷകർ അത്രയും ജഡ്ജഡ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ഓവറായിട്ട് ആ കഥാപാത്രം അത്രത്തോളം ഡീപ്പായിട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് പ്രോസസ് ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആളുകൾ ജഡ്ജ് ചെയ്ത് ക്യാരക്ടർ എന്താ പറയാ ഓവർ ജഡ്ജിങ് ആയിട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആണ്. അപ്പം ഉള്ളൊഴുക്കിലെ കഥാപാത്രം കേൾക്കുന്ന ആളുകൾ അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. അപ്പം ഈ സിനിമയിലെ വീരന്റെ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകരെ കണക്ട് ചെയ്യാൻ പറ്റും? ഐ ഹോപ്പ് കണക്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഉള്ളൊഴുക്കില് അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലെ തന്നെ ഞാൻ ഒരുപാട് മീറ്റ് ചെയ്തിട്ടില്ല. ഐ ഹാവ് നോട്ട് മെറ്റ് സംബഡി ഹു ഹാസ് ഗോൺ ത്രൂ ഹെർ ലൈഫ് സർക്കംസ്റ്റാൻസ്. അതുകൊണ്ട് ഞാൻ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു സമീറും നിസാമുമായിട്ട് ഡിസ്കഷൻസ്. ഓൾസോ if people are judging or ഒരുപാട് ഇപ്പം സിനിമയെ പറ്റിയിട്ടും ആക്ടിങ്ങിനെ പറ്റിയിട്ടും ഈ ക്രാഫ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള ഒരു കാലമാണ്. ആൻഡ് there is a lot of critique happening. Anybody can put up a video about it. For me it's very inspiring because it makes me want to break out of that. And in ആ ഒരു പ്രോസസ്സിൽ if I do fail also I think it's a really cool thing to have. Because ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ എന്താണെന്ന് വെച്ചാൽ യു ആർ നോട്ട് അലൗഡ് ടു ഫെയിൽ, യു മസ്റ്റ് നോട്ട് എന്നുള്ളൊരു സ്യൂഡോ പ്രഷറുണ്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സീ ഇഫ് ഐ എം ഡൂയിങ് സംതിങ് ന്യൂ ആൻഡ് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഹിറ്റ് ഐ മേക്ക് എ ബെറ്റർ അറ്റംപ്റ്റ് നെക്സ്റ്റ് ടൈം. പക്ഷേ മീരയുടെ കാര്യത്തിൽ എനിക്ക് ഒരു നല്ല ഡീസെൻറ്റ് ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ്
it's how the team set it up. എനിക്ക് അവിടെ മീരയുടെ കോസ്റ്റ്യൂം ഇട്ട് അവിടെ പോയി ഐ ജസ്റ്റ് ഹാഡ് ടു എക്സിസ്റ്റ് as മീര. Everything else is taken care of. Be it Rajivan being Rajivan, Nizam and Sameer guiding me the right way. ഒരുപാട് സമയത്ത് of course Nizam is the kind of director who will be like, no, you go be whatever you think Meera is. അതിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എന്നുള്ള. And in that way is very different from other directors that I've worked. നോബഡി എങ്ങനെയാണ് സാറിലേക്ക് എത്തിയത്? എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തലയിൽ വന്നത് രാജ് സാറിന്റെ ഓപ്ഷൻ തന്നെയാണ്. ആദ്യം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. രാജീവനായിട്ട് തന്നെയാണ് ചെയ്തത്. ഇപ്പൊ അത് ഏത് സിനിമയാണെങ്കിലും ക്യാരക്ടറായിട്ട് പോർട്രേ ചെയ്യാനാണ് ആദ്യം. അത് ഫുള്ളി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ട്രൈ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള ഓപ്ഷൻസ് ആലോചിക്കും നമ്മൾ. ഇയാൾ ചെയ്ത് ശരിയാവും, വേറെ ആൾ ചെയ്ത് ശരിയാവും. പക്ഷെ ഇതില് നമുക്ക് ആദ്യം കിട്ടിയത് രാജേട്ടൻ്റെ ഇത് തന്നെയാണ്. തലയിലേക്ക് വന്നതും അത് തന്നെയാണ്. പോയി പറഞ്ഞു നോക്കി, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, അവിടെ തോന്നായി. രാജേട്ടാ ഹലോ. രാജേട്ടാ അപ്പം ഇപ്പം രാജേട്ടന് അടുത്ത ഡയറക്ടോറിയൽസ് ഒക്കെ വരുന്നുണ്ട്. സോ ലാലേട്ടനെ വെച്ച് ഓൾറെഡി ചെയ്തു. അപ്പോൾ അതുപോലെ മമ്മൂട്ടിയെ വെച്ചോ അതേപോലെ വെച്ചോ താങ്കൾക്ക് ഇനിയും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു നടനാണ്. എനിക്ക് ഈ ഒരു നടനെ ഡയറക്റ്റ് ചെയ്യണം, അയാളുടെ പടത്തിൽ വേണമെന്ന് തോന്നിയൊരു നടനായിരിക്കും. ഒരുപാട് പേരുണ്ട് മലയാളത്തിൽ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഇവരെ കാണുമ്പോഴൊക്കെ എനിക്ക് ഒരു സിനിമ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ആസ് എ ഡയറക്ടർ നമുക്ക് അത്രയും സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ ആം ഷുവർ നിങ്ങൾ ഏതൊരു സംവിധായകനോട് ചോദിച്ചാലും അയാളെ ചിന്നാളെ എനിക്ക് സിനിമയെ ചെയ്യണ്ട എന്ന് പറയുന്നവർ വളരെ ചുരുക്കമായിരിക്കും തോന്നും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്കിപ്പോ ഒരുപാട് ആക്ടേഴ്സിനെ എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നാറുണ്ട്. അറിയില്ല അങ്ങനെ ഒരു ഞാൻ ലൂസിഫർ ഉൾപ്പെടെ ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യാം എന്ന ചിന്തയിൽ നിന്നുണ്ടായ സിനിമയല്ല അത്. അപ്പൊ അടുത്ത എനിക്ക് സംവിധാനം ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കഥ വരുമ്പോൾ ആ കഥയിൽ കറക്റ്റ് ആണെന്ന് തോന്നാം, ഏത് ആക്ടറാണ്, അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. അതിനോട് ആഡ് ഓൺ ചെയ്യാനാണ്. ഇപ്പൊ ഒരുപാട് വർഷം മുമ്പ് എനിക്കൊരു സിനിമ റീമേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെയായിരിക്കും. എന്റെ ആ ചോദ്യം എന്നോട് ആരോ ചോദിച്ചു. ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ഏതെങ്കിലും ഒരു സിനിമ ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് പറയും. ഞാൻ പറഞ്ഞൊരു സിനിമയുടെ പേര് പറഞ്ഞാൽ അത് ശരിക്കും ഇപ്പോഴും ആഗ്രഹമുണ്ടോ? ഇപ്പോഴും ആഗ്രഹമുണ്ടോ? കാരണം ക്യാരക്ടർ ഭയങ്കര ഒരു കിടിലൻ ക്യാരക്ടറൈസേഷൻ ഒക്കെ ഉള്ളതാണല്ലോ. എനിക്ക് ആക്ച്വലി റീമേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമേ ഇല്ല ഒരു സിനിമയും. എന്നാൽ ആ ചോദ്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞത്. പിന്നെ ഓഫ്കോഴ്സ് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോ ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഇന്നത്തെ ഒരു സിനിമയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്നിപ്പോ എന്റെ സിനിമയ്ക്ക് പറ്റുന്ന ബഡ്ജറ്റിലും കാര്യങ്ങളിലും ഒക്കെ അന്നത്തെ കാലത്ത് എന്റെ കരിയറിന്റെ ആ സ്റ്റേജിൽ അതൊരു വലിയ സിനിമയാണ്. പക്ഷെ എന്നിരുന്നാലും അന്ന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമ, ആ വിഷയം, ആ കഥാപാത്രം അത്തരം ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്ത ഇന്നത്തെ മലയാള സിനിമ ലോകത്ത് ഒന്നുകൂടെ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ ഇനി കുറെ കൂടെ ബെറ്റർ ആയിട്ട് ആ സിനിമ ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എല്ലാ പഴയ സിനിമകൾക്കും ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ടത് എനിക്കങ്ങനെ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ ഉള്ളൂ. സോളമൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. എനിക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്ക് തന്നെ അവെയർ ആയ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അന്ന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറക്കാമെന്ന് ഉത്തരം പറഞ്ഞു.